ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു PSC നോട്ട്സ്. നമ്മൾ ഇന്നോട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് മലയാളം വൊക്കാബുലറി ആണ്. ഇന്ത്യയിലെ തന്നെ ലാർജസ്റ്റ് ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോമായ അൺഅക്കാഡമിയിൽ കേരള PSCക്ക് വേണ്ടിയിട്ട് ഞാൻ ക്ലാസ്സുകൾ എടുക്കുന്നത് സിജി ബിജു എന്ന പേരിലാണ്. ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഫോളോ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ കമൻറ്റ് ബോക്സിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഇട്ടിരിക്കുന്നതാണ്. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, താഴെ തന്നിരിക്കുന്നവയിൽ വൃക്ഷത്തിന് പര്യായ പദം അല്ലാത്തത് ഏത്? ഓപ്ഷൻസ്: ദ്രുമം, തരു, പാദപം, ദ്രുമം. കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞത് ഓപ്ഷൻ എ ആണ്, ദ്രുമമാണ് വൃക്ഷത്തിന് പര്യായ പദം അല്ലാത്തത്. ബാക്കി മൂന്നെണ്ണം തരു, പാദപം, ദ്രുമം എന്ന് പറയുന്നത് വൃക്ഷത്തിൻ്റെ പര്യായ പദങ്ങളാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള പദം എഴുതാനാണ്. സ്രഷ്ടാവ് എന്നുള്ളത് എങ്ങനെയാണ് എഴുതുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, സ്രഷ്ടാവ്. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, അർത്ഥം എഴുതുക. അശനം എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം. ഓപ്ഷൻസ്: ശയിക്കുക, കിതയ്ക്കുക, പ്രണയം, ആഹാരം. ഇവയിൽ കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറഞ്ഞത് അശനം മീൻസ് ആഹാരം എന്നാണ്, ഭോജനം എന്നുകൂടി ഇതിന് അർത്ഥമുണ്ട്. ഓപ്ഷൻ ഡി ആണ്, അശനം ആഹാരം. ഓക്കെ, ചിരട്ട എടുപ്പിക്കുക എന്ന വാക്കിൻ്റെ അർത്ഥം ഏതെന്താണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ്: ഭാഗ്യഹീനൻ ആയിരിക്കുക, നാശമുണ്ടാക്കുന്നവൻ, രഹസ്യമായി സൂക്ഷിക്കുക, ദാരിദ്ര്യം ഉണ്ടാക്കുക. ചിരട്ട എടുപ്പിക്കുക മീൻസ് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ, ദാരിദ്ര്യം ഉണ്ടാക്കുന്നതിന് പറയുന്ന പേരാണ് ചിരട്ട എടുപ്പിക്കുക എന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, വിപരീത പദം എഴുതുക. കൗടില്യത്തിൻ്റെ വിപരീത പദം എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് ഇങ്ങനെയാണ്: അണിയം, ആഭിമുഖ്യം. ഓപ്ഷൻ സി സ്ഥൂലം, ഓപ്ഷൻ ഡി ആർജവം. ഇവയിൽ ഏതാണ് കൗടില്യം എന്ന് പറയുന്നതിൻ്റെ ഓപ്പോസിറ്റ് എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ഡി ആർജവം ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ആർജവത്തിൻ്റെ ഓപ്പോസിറ്റാണ് കൗടില്യം എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, വിപരീത പദം തന്നെയാണ്. ആഭിമുഖ്യം എന്ന് പറയുന്ന പദത്തിൻ്റെ വിപരീത പദം എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്രതിമുഖ്യം, ആമുഖ്യം, വൈമുഖ്യം ഇതൊന്നും അല്ല. ആഭിമുഖ്യത്തിൻ്റെ ഓപ്പോസിറ്റ് ഓപ്ഷൻ സി വൈമുഖ്യമാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ശരിയായിട്ടുള്ള പദം എഴുതുക. ശതാബ്ദി എന്ന് പറയുന്ന വാക്ക് എങ്ങനെയാണ് കറക്റ്റായിട്ട് എഴുതുന്നത് ആലോചിച്ചിട്ട് എഴുതുക. ഓപ്ഷൻ സി ആണ് ശതാബ്ദി എന്ന് പറയുന്ന അതിൻ്റെ ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറഞ്ഞത്. ഓപ്ഷൻ സി ശതാബ്ദി. അടുത്ത ക്വസ്റ്റ്യൻ അർത്ഥം എഴുതാനാണ്. നിരന്തം എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം. ഓപ്ഷൻസ് ഇങ്ങനെയാണ്: തുടർച്ചയായി. ഓപ്ഷൻ ബി അന്തമില്ലാത്ത. ഓപ്ഷൻ സി ഏകാന്തം. ഓപ്ഷൻ ഡി പരസ്പരം. ഇവയിൽ നിരന്തം എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം ഓപ്ഷൻ ബി അന്തമില്ലാത്ത എന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, രാഷ്ട്രത്തെ സംബന്ധിച്ചത് എന്താണ്? ഓപ്ഷൻ എ രാഷ്ട്രീയം, ഓപ്ഷൻ ബി രാഷ്ട്രീയം. ഇതിനകത്ത് ഏതാണ് കറക്റ്റായിട്ട് രാഷ്ട്രത്തെ സംബന്ധിച്ചത് എന്നത് വരുന്നതെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, രാഷ്ട്രീയം എന്നാണ് കറക്റ്റ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ അർത്ഥം എഴുതാൻ വേണ്ടിയിട്ടുള്ളതാണ്. പ്ലവം എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം. ഓപ്ഷൻസ്: കുരങ്ങ്, ഓപ്ഷൻ ബി തവള, ഓപ്ഷൻ സി പ്ലാവ്, ഓപ്ഷൻ ഡി വെള്ളം. ഇവയിൽ ഏതാണ് കറക്റ്റായിട്ട് പ്ലവം എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ബി തവളയ്ക്ക് പറയുന്ന പേരാണ് പ്ലവം എന്ന് പറയുന്നത്. അടുത്ത 11ാമത്തെ ക്വസ്റ്റ്യൻ അർത്ഥം എഴുതാൻ വേണ്ടിയിട്ടുള്ളതാണ്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, പർണം. ഓപ്ഷൻസ് ഇങ്ങനെയാണ്: നിറം, വാക്ക്, കാറ്റ്, ഇല. ഇവയിൽ ഏതാണ് കറക്റ്റായിട്ട് പർണം എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം? ഏതാണ്? ഓപ്ഷൻ ഡി ഇലയാണ് ഏതെന്ന് പറഞ്ഞാൽ പർണം എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് അയനം എന്ന വാക്കിൻ്റെ അർത്ഥം എഴുതാനാണ്. ഓപ്ഷൻസ് ഇങ്ങനെയാണ്: കണ്ണ്, ഓപ്ഷൻ ബി കിടക്കുക, ഓപ്ഷൻ സി യാത്ര, ഓപ്ഷൻ ഡി വാക്ക്. അയനം എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം ഓപ്ഷൻ സി യാത്രയാണ്. അയനം മീൻസ് യാത്ര. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ഡോണ്ട് കട്ട് യുവർ നോസ് ടു സ്യൂട്ട് യുവർ ഫേസ്. ഓപ്ഷൻസ് ഇങ്ങനെയാണ്: മുഖം നന്നാക്കാൻ വേണ്ടി മൂക്ക് മുറിക്കരുത്, നാടോടുമ്പോൾ നടുവേ ഓടണം. ഓപ്ഷൻ സി എലിയെ കൊല്ലാൻ ഇല്ലം ചുടരുത്. ഓപ്ഷൻ ഡി ഇതൊന്നും അല്ല. ഡോണ്ട് കട്ട് യുവർ നോസ് ടു സ്യൂട്ട് യുവർ ഫേസ് എന്ന് പറയുന്നതിൻ്റെ കറസ്പോണ്ടിങ് മീനിങ് എന്താണെന്ന് ചോദിച്ചാൽ എലിയെ കൊല്ലാൻ ഇല്ലം ചുടരുത് എന്നാണ് അർത്ഥം. അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, എ ബേൺ ചൈൽഡ് ഡ്രെഡ്സ് ദ ഫയർ. ഓപ്ഷൻ എ പൊള്ളലേറ്റ കുട്ടി തീയെ പേടിക്കുന്നു. ഓപ്ഷൻ ബി ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട. ഓപ്ഷൻ സി എരുതിയിൽ എണ്ണ ഒഴിക്കുക. ഓപ്ഷൻ ഡി തിളപ്പിച്ച വെള്ളത്തിൽ വീണ പച്ചവെള്ളം കണ്ടാലും പേടിക്കും. ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞത് ഓപ്ഷൻ ഡി തിളപ്പിച്ച വെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കും എന്ന് പറഞ്ഞത് എ ബേൺ ചൈൽഡ് ട്രെഡ്സ് ദ ഫയർ എന്നതിന് കറസ്പോണ്ടിങ് മീനിങ് ആണ്.
അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, വിപരീത പദം എഴുതാൻ വേണ്ടിയിട്ടാണ്. ക്വസ്റ്റ്യൻ ഇതാണ്, അത്ര എന്ന് പറയുന്നതിൻ്റെ വിപരീത പദം ഏതാണ്? ഓപ്ഷൻ എത്ര, മിത്ര, തത്ര. ഇതൊന്നും അല്ല. അത്ര എന്ന് പറയുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഓപ്ഷൻ സി തത്രയാണ്. അത്രയുടെ ഓപ്പോസിറ്റ് ഏതാണ്? തത്ര.